കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിലടി തീർന്നിട്ടേയില്ല. നേതാക്കളെ നിർത്തിപ്പൊരിച്ച് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ സാധിക്കില്ല. ശക്തി പ്രകടനങ്ങൾക്ക് രൂക്ഷ വിമർശനം. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത വിഭാഗീയത തെരുവിലേക്ക് ശക്തി പ്രകടനമായി പടർന്നതിൽ നേതാക്കളെ നിർത്തിപ്പൊരിച്ച് മുൻ അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അരയും തലയും മുറുക്കി രംഗത്തുള്ള AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല എന്നിവർക്കായിരുന്നു രാഹുലിന്റെ രൂക്ഷ വിമർശനം. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഈ മൂന്നുപേരുമായി നടത്തിയ യോഗത്തിലാണ് രാഹുൽ കടുപ്പിച്ചത്. നേതാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട രാഹുൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ശക്തി പ്രകടനം അവസാനിപ്പിക്കാനാകുമോ എന്ന് ഹൈക്കമാൻഡ് ഒന്നടങ്കം ചോദിച്ചു. ശക്തി പ്രകടനം അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കണമെന്നും അതിനുശേഷം മാത്രമാകും പ്രഖ്യാപനമെന്നും ഖാർഗെ വ്യക്തമാക്കി. ഇതോടെയാണ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നേതാക്കൾ ഒന്നിച്ച് ഐക്യത്തിന് ആഹ്വാനം ചെയ്തത്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിഭാഗീയത തെരുവിലേക്ക് പടരുന്നതിനെതിരെ കർശന നിലപാടുമായി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഒരുമിച്ച് രംഗത്തെത്തി. പ്രവർത്തകർ ആർക്കും വേണ്ടി പ്രകടനങ്ങൾ നടത്തരുതെന്നും ഇത്തരം നടപടികൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള മൂന്ന് നേതാക്കളും ഒന്നിച്ച് വ്യക്തമാക്കി. പാർട്ടിയിൽ കടുത്ത വിഭാഗീയതയുണ്ടെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് ഇത്തരം പ്രകടനങ്ങൾ വഴിമരുന്നിടും. അതിനാൽ ഇനി ഒരിടത്തും ഒരു തരത്തിലുള്ള പ്രകടനത്തിനും പാടില്ലെന്ന് നേതാക്കൾ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സുകൾ എടുത്തു മാറ്റണമെന്നും ആർക്കും അനുകൂലമായി തെരുവിൽ ഇറങ്ങരുതെന്നും നേതാക്കൾ നിർദ്ദേശിച്ചു. നേതാക്കളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല, എന്നാൽ അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാറരുത്. ജനങ്ങൾക്ക് മുൻപിൽ പാർട്ടിക്ക് മോശമായൊരു ചിത്രം ഉണ്ടാക്കാൻ നിലവിലെ സംഭവങ്ങൾ കാരണമായിട്ടുണ്ടെന്നും KCയും RCയും VDയും ഒന്നിച്ചോർമ്മിപ്പിച്ചു. പാർട്ടിയാണ് വലുതെന്നും ജനങ്ങളാണ് പരമപ്രധാനമെന്നും വ്യക്തമാക്കിയ നേതാക്കൾ തെരുവിലെ പോരുകൾ അവസാനിപ്പിക്കണമെന്നും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാ ഫ്ലക്സുകളും ഉടൻ തന്നെ എടുത്തു മാറ്റണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ അടി തീർന്നാലും മന്ത്രിമാരുടെ സ്ഥാനത്തെ ചൊല്ലിയുള്ള അടി ഉറപ്പാണ്. ഇതിനിടയിൽ അടുത്ത KPCC അധ്യക്ഷൻ ആരെന്നുള്ളതും കോൺഗ്രസിന് കടമ തന്നെയാണ്. മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ ഏറെ വിയർപ്പൊഴുക്കുന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ അടുത്ത കടമ്പ KPCC അധ്യക്ഷനെ കണ്ടെത്തൽ. ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭാംഗം ആവുമെന്ന് ഉറപ്പ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ പലവിധ മാനദണ്ഡങ്ങൾ നോക്കേണ്ടി വരും. ക്രിസ്ത്യൻ പ്രാതിനിധ്യ പ്രകാരമാണ് K സുധാകരന്റെ പിൻഗാമിയായി സണ്ണി ജോസഫ് എത്തിയത്. മുതിർന്ന നേതാക്കളായ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി എന്നിവരുടെ പേരുകൾ പല ഘട്ടങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ആദ്യ പരിഗണന ഈ പേരുകളിലേക്കാവും എത്തുക. ദളിത് വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകാനാണ് തീരുമാനമെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനാണ് സാധ്യത. പുതിയ മന്ത്രിസഭയിൽ കോൺഗ്രസിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നുമായി 1/2 ഡസനിലേറെ മന്ത്രിമാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാവാനാണ് സാധ്യത. ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളായി 1/2 ഡസനുള്ള മന്ത്രിമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുമാവും. അങ്ങനെ വരുമ്പോൾ KPCC അധ്യക്ഷ പദം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നൽകുമോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയായി നായർ വിഭാഗത്തിൽ നിന്നുള്ള ആൾ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ KPCC അധ്യക്ഷനാവേണ്ടതാണ്. മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയായ ശേഷമായിരിക്കും KPCC പ്രസിഡന്റ് ചർച്ചയിലേക്ക് കടക്കുക. ഇതിനൊപ്പം പകുതിയോളം ജില്ലകളിൽ DCC അധ്യക്ഷന്മാരെയും തീരുമാനിക്കേണ്ടതുണ്ട്. ഇതിൽ പലരും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചില ജില്ലകളിൽ സംഘടനാ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന വികാരവുമുണ്ട്. KPCC അധ്യക്ഷനൊപ്പം മറ്റ് സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിയുമ്പോൾ ചില പൊട്ടിത്തെറികൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. 3 പേരിൽ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന 2 നേതാക്കളും KPCC അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഇടപെടൽ നടത്തും.